ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബിബിൻ ജോർജ് എന്ന് പറയുന്ന നടൻ ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടും അത് മാത്രമല്ല വളാഞ്ചേരി MESKVM കോളേജിലെ മാഗസീൻ പ്രകാശനവും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നതെന്ന് പറയുന്നത്. അത് എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ ആക്ഷേപിച്ച് വിട്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിട്ട് പോയിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ആദ്യമൊന്നും പ്രതികരിക്കാതിരുന്ന ബിബിൻ ജോർജ് എന്ന് പറയുന്ന ആ നടൻ പിന്നീട് ഇപ്പോൾ വന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മറ്റാരും സംസാരിക്കാത്ത തരത്തിൽ തന്നെയാണ്, കാര്യവിവരത്തോടെ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം മനാഫ് അർജുൻ ഒരു വിഷയത്തെ എടുത്തു കഴിഞ്ഞാൽ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ നന്മയെ കണ്ടറിഞ്ഞ് ഒരുപാട് പുകഴ്ത്തിയപ്പം എല്ലാവർക്കും അറിയാം അദ്ദേഹവും സന്തോഷിച്ചാണ്, എല്ലാ മനുഷ്യരും സന്തോഷമാണ്. അതേസമയം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡും കൂടെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതായത് ഒരേ ടൈമിൽ തന്നെ പൊക്കുകയും ചെയ്യും, താക്കാനും കല്ലെറിയാനും ആൾക്കാർ കാണും. അപ്പം ഇങ്ങനൊരു സംഭവം ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് കൃത്യമായിട്ട് കാര്യവിവരത്തോടെ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഞാനിപ്പോൾ അതെടുത്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എടുത്ത് അലക്കിയതാണെന്ന് വിചാരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇത്രയും വലിയ കാര്യങ്ങളൊന്നും സഹിക്കാനുള്ള ഒരു മാനസിക കരുത്ത് അദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമായിരിക്കത്തില്ല. ഇതുപോലെ ഒരു അറ്റാക്ക്, സൈബർ അറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാന്യമായിട്ട് കാര്യമായിട്ടുള്ള രീതിക്ക് തന്നെയാണ് അദ്ദേഹം ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരു അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു അംഗൻവാടി ടീച്ചറായാലും ഇനി സ്കൂൾ അധ്യാപകരായാലും അല്ലെങ്കിൽ കോളേജ് അധ്യാപകരായാലും ഇവർക്കൊക്കെ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ നോളജ് എന്നതിനുപരിയായിട്ട് കാര്യവിവരം, പക്വത എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിലുപരി ഈ പറയുന്ന അധ്യാപകർ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഏറ്റവും കൂടുതൽ എന്ത് പറയുന്നത് ഒരു വല്ലാത്തൊരു അഭിമാനമാണ് ആ ഒരു കാര്യം, ആ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം തന്നെ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. ഇനി ഡോക്ടർ ആവണമെങ്കിലും ഈ പറയുന്ന എഞ്ചിനീയർ ആവണമെങ്കിലും ഇനി സയൻറ്റിസ്റ്റ് ആവണമെങ്കിലും അങ്ങനെ എന്ത് തന്നെ ആവണമെങ്കിലും കൃത്യമായിട്ട് നമുക്കറിയാം ഇതെല്ലാം പഠിപ്പിക്കാനായിട്ട് ബേസിക്കായിട്ട് കറക്റ്റായിട്ട് എന്ത് വേണം, ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരാൾ കറക്റ്റായിട്ട് അതിൽ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും അടിസ്ഥാനമാണ് ഈ പറയുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മാനിക്കപ്പെടേണ്ട ഒരു ജോലി തന്നെയാണതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ കാണിക്കേണ്ട ഒരു മര്യാദ, പക്വത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്നുമില്ലെങ്കിൽ പ്രായത്തിൻ്റെ വിവരമെങ്കിലും വേണ്ടുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ കോളേജിൻ്റെ മാഗസീൻ പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് അവരെ വിളിച്ചിട്ടുള്ളതെങ്കിലും ഈ പറയുന്ന സിനിമ ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ കാര്യം അവർ അറിയിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കോളേജിലാകെ ഈ പറയുന്ന അതിൻ്റെ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. അദ്ദേഹം മാത്രമല്ല, അതിൻ്റെ ബാക്കി ആൾക്കാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, അദ്ദേഹം ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം നേരെ പ്രിൻസിപ്പൾ അവിടേക്ക് വന്നിട്ട് ഇനി നിങ്ങൾ വന്ന കാര്യം ചെയ്തു, ഇനി പൊക്കോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന ബിബിൻ ജോർജ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് കൂടിയല്ലേ വന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കട്ടെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ വിളിച്ചിട്ട് തന്നെയല്ലേ വന്നതെന്ന് പറയുന്ന സമയം അതിൻ്റെ ആവശ്യമില്ല, ഇറങ്ങിക്കോ എന്ന് പറയുന്ന സമയത്ത് ഒരു അധ്യാപകൻ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ഒന്നുകിൽ മാറ്റി നിർത്തിയിട്ട് എൻ്റെ താല്പര്യമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കായിരുന്നു. ഇതൊരു പൊതുവേദിയിൽ വെച്ച് ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം അനുഭവിച്ച ഒരു മാനസിക പിരിമുറുക്കത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം കാലിന് വയ്യാത്തൊരു വ്യക്തിയാണ്. 3ാമത്തെ നിലയിലായിരുന്നു ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാലുന്തി വലിച്ച് അദ്ദേഹം ഇത്രയും സഹിച്ച് അവിടെ വന്നൊരു സംഭവമാണ്. നമുക്കറിയാം നമ്മുടെ കാല് വെച്ചിട്ടായാലും ഇത്രയും കയറുന്ന സമയത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം അത്രയും മാനുഷിക പരിഗണന കൊടുക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്, ഒരു കലാകാരൻ തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹം പെട്ടെന്ന് സിനിമയിലേക്ക് കയറി വന്ന് പെട്ടെന്ന് ഒരു നാളിൽ ഇതായ ഒരു വ്യക്തിയൊന്നുമല്ല. ഏകദേശം അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രോഗ്രാംസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. സൂര്യ TV-യിലൊക്കെ ഉണ്ടായിരുന്ന കോമഡി പ്രോഗ്രാംസിലൂടെയാണ് അദ്ദേഹം വരുന്നതെന്ന് തോന്നുന്നത്. അതിന് മുന്നേ സ്റ്റേജ് ഷോസൊക്കെ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ കണ്ടറിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം അന്ന് തൊട്ടേ ഈ കാല് വയ്യാത്തത് കൊണ്ടായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ടായാലും പാട്ട് പാടുന്നതുകൊണ്ടായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എഴുതാനുള്ളൊരു കഴിവ് കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്കറിയാവുന്ന കാര്യമാണ്, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളതൊക്കെ. അപ്പം അത്രയും നല്ല മികച്ചൊരു കലാകാരനാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം ഒരു സിനിമാ നടൻ പോട്ടെ, ആ ഒരു ഭാഗം പോലും എടുത്ത് മാറ്റിയാൽ പോലും ഒരു മനുഷ്യനോട് കാണിക്കേണ്ട ഒരു മാനുഷിക പരിഗണന എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അല്ലേ. ഇത്രയും വയ്യാത്തൊരു വ്യക്തിയാകുമ്പോഴത്തേക്കും നമ്മൾ അതിലുപരി കാണിക്കേണ്ടതാണ്. അപ്പം ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് കാണിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു സ്ഥാനത്തിരിക്കാൻ വേണ്ടി അദ്ദേഹം എത്രത്തോളം അർഹനാണെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചിന്താവിഷയമായിട്ടുള്ളത്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു കുട്ടിയെടുത്ത് ചെന്ന് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഇത് ചെയ്യണം എന്ന് പറയാൻ വേണ്ടി എങ്ങനെയാണ് കഴിയുന്നതെന്ന് പറയുന്നത്. ഏതെങ്കിലും തെറ്റായിട്ടുള്ള വഴിക്ക് നടക്കുന്ന വിദ്യാർത്ഥികളെ തിരുത്താനുള്ള ഒരു യോഗ്യതയുള്ളൊരു അധ്യാപകനല്ല ഇതാണ് നടന്നിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പൊതുനിരത്തിൽ അല്ലെങ്കിൽ ആൾക്കാരടുത്ത് എങ്ങനെ പെരുമാറണം എന്നൊരു സാധാരണ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട്
ജീവിത പരിചയം കാണുന്നത് അധ്യാപകൻ എന്നുള്ള ഉപരിയായിട്ട് അദ്ദേഹം ഒരു പ്രിൻസിപ്പളാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കാണിക്കേണ്ട പക്വത, മര്യാദ, ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. വെറും ഒരു മാഗസീൻ പ്രകാശനം മാത്രമായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കായിരുന്നല്ലോ. അവർ കൃത്യമായിട്ട് ഈ പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം തന്നെ പറഞ്ഞു വേണമെങ്കിൽ ആ സമയത്ത് ഇതെടുത്തിട്ട് അലക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ സമയത്ത് അദ്ദേഹം ഇത് ചെയ്തിരുന്നെങ്കിൽ നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ ഈ തിരിച്ച് പറയും പ്രൊമോഷന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയും. കാരണം ഇപ്പോഴതാണല്ലോ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. എന്ത് വലിയ വിഷയങ്ങൾ എടുത്തിട്ടായാലും ഈ പറയുന്ന നെഗറ്റീവ് അടുപ്പിക്കാൻ നോക്കുമ്പോൾ ആ സിനിമ കാണാൻ വേണ്ടി ആൾക്കാർ ഓടിക്കൂടും. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയാൻ പേടിയായിരുന്നു. ഇപ്പം ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഈ വൈറലായതുകൊണ്ടും ആൾക്കാർ ചോദ്യങ്ങളുമായി ചെന്നതുകൊണ്ടും അദ്ദേഹം പറഞ്ഞു. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു മര്യാദ അല്ലെങ്കിൽ മാന്യതയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു പ്രിൻസിപ്പിൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരുത്തി കാണുമെന്നുള്ള രീതിക്ക് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ കുട്ടികളെ ചെന്ന് വീണ്ടും വീണ്ടും വിളിക്കുന്നതായിട്ട്. അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം കാല് വയ്യാത്ത വ്യക്തിയാണ്. 3 നിലയോളം ചവിട്ടി കയറി അവിടെ എത്തിയതാണ്. തിരിച്ചിറങ്ങി വന്നതിന് ശേഷം വീണ്ടും അങ്ങോട്ട് കയറുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ശാരീരികമായിട്ടും ഈ പറയുന്നൊരു മാനസിക ആഘാതമുണ്ട് അത് പറഞ്ഞ സമയത്ത്. അദ്ദേഹം കാരണം ഒരുപാട് കോളേജുകളിൽ പ്രോഗ്രാം അവതരിപ്പിച്ച വ്യക്തിയാണ്, ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്ത വ്യക്തിയാണ്, ഒരുപാട് ആൾക്കാരെ കയ്യിലെടുക്കാൻ കഴിവുണ്ടായിരുന്ന അല്ലെങ്കിൽ കാണികളെ കൈയടുപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു നല്ല കലാകാരനാണ്. അപ്പം അങ്ങനെ ഒരു കലാകാരന് ഒരുപാട് ഈ പറയുന്ന തിക്ത അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. തള്ളിപ്പറച്ചിലായാലും ഈ പറയുന്ന ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരിക്കും. അതെല്ലാം അനുഭവിച്ച് അതിൻ്റെ കടുത്ത നാൾവഴികളിലൂടെ കടന്നു വന്നൊരു കലാകാരനാണ്. ഇപ്പം വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് അല്ലെങ്കിൽ പതുക്കെ പതുക്കെയായാലും കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ കാര്യം മാറ്റി നിർത്തിയാൽ തന്നെ നമുക്കറിയാം. പാട്ട് പാടുന്നതിലായാലും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് അത് ഒന്നാന്തര സ്ക്രിപ്റ്റാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതിൽ തന്നെ നല്ല കഴിവുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പം നമുക്ക് എഴുതി വെക്കാൻ പറ്റും നല്ലൊരു കലാകാരൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കലാകാരനോട് ഈ തരത്തിലുള്ള അനാദരവ് കാണിക്കുന്ന സമയത്ത് ആരാണ് ചെറുതായത് ആരാണ് വലുതായെന്നുള്ളത് ഒരു സമൂഹത്തിന് തന്നെ, പൊതുസമൂഹത്തിന് തന്നെ വിലയിരുത്താൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ആളുകൾ പല ആൾക്കാരിലും മാറ്റം കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതുനിരത്തിൽ വെച്ച് സംസാരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പെരുമാറുന്ന രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാരിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിലെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും ആളുകൾ പറയുന്നുണ്ട്, ഇത് പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. കൊറോണയ്ക്ക് ശേഷം ആൾക്കാരിൽ ഒരുപാട് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് സ്വഭാവത്തിലൊക്കെ. അത് പല കുട്ടികളുമായിട്ട് ഇടപെടുന്ന സമയത്ത് കുട്ടികളുടെ ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ട്. അതായത് വീട്ടിലായാലും ഒരുപാട് രക്ഷിതാക്കൾക്കായാലും മാറ്റം വരുന്നത്, എല്ലാവർക്കും മാറ്റം വരുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഈ എന്താണ് അതിന് പിന്നിലുള്ള സംഭവം, സയൻറ്റിഫിക്കായിട്ട് എന്താണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരിലും ഈ പറയുന്ന ആ ഒരു സ്റ്റേജിന് ശേഷം വല്ലാത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഒരു കൊറോണ ടൈമിൽ വീട്ടിലിരുന്നൊരു സാഹചര്യം അത്രയും നാളുണ്ടായിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരുപാട് പേർക്ക് ഈ പറയുന്ന ലോൺ കടങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊരു വല്ലാത്ത പിരിമുറുക്കം സംഭവിച്ചിട്ടുണ്ട്. അപ്പം മാനസിക സംഘർഷം ഏറിയിട്ടുണ്ടായിരിക്കും. അതുമൂലം വന്നതാണോ ഈ കാര്യങ്ങളെന്ന് പലവട്ടം ചിന്തിക്കാറുണ്ട്. പക്ഷേ അതിന് നമുക്ക് അടിസ്ഥാനപരമായിട്ട് പറയാനൊരു വസ്തുതയില്ലല്ലോ. അതുകൊണ്ട് തന്നെ തീർച്ചപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിർത്തിക്കൊണ്ട് നിർത്താവുന്നു എന്നുള്ളത്. പക്ഷേ ഈ ഒരു വിഷയമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കേണ്ടത്, അദ്ദേഹം കാണിക്കേണ്ടിയിരുന്നത് ഒരു അധ്യാപകൻ എന്നതിലുപരി അല്ലെങ്കിൽ ഒരു കോളേജ് പ്രിൻസിപ്പൽ എന്നതിലുപരി സാധാരണ ഒരു മനുഷ്യൻ കാണിക്കേണ്ട ഒരു മാനുഷിക പരിഗണനയുണ്ട് ഏതൊരു വ്യക്തിയോടും. അത് അദ്ദേഹത്തിൻ്റെ ഈ കാലിൻ്റെ അവസ്ഥ കൊണ്ട് മാത്രമല്ല, ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനെയല്ല നമ്മൾ വിളിച്ചു വരുത്തുകയാണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമുണ്ട്. നമ്മുടെ നാടിനൊരു പ്രത്യേകത ഉണ്ട്, അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത്. അപ്പം അതിഥിയെ ഇങ്ങനെയാണോ നമ്മൾ പരിഗണിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിൻ്റെ തന്നെ അപമാനമാണ്. നമ്മൾ വിളിച്ചു വരുത്തുന്നത് നമ്മുടെ ഇതിലേക്ക് വിളിച്ച് അദ്ദേഹമാണ് അതിൻ്റെ ഈ പറയുന്ന അതോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്നത് ആ കോളേജിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരാളെ വിളിച്ചു വരുത്തുന്ന സമയത്ത്, അതിഥിയായിട്ടൊരു വ്യക്തി വരുന്ന സമയത്ത് ആ വ്യക്തിയുടെ കർണത്തടിക്കും പോലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് അതിന് സമാനമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് ഇറങ്ങിപ്പോകുന്നൊക്കെ പറയുന്നത്. അപ്പം അത്രയും കുറച്ച് ടൈം അവിടെ കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും നഷ്ടപ്പെടാനില്ലായിരുന്നു. അവരെ സിനിമയുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ കാര്യങ്ങളുമായി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന കുറച്ച് വ്യക്തികളുണ്ട്, അവരുടെ കൂടെ മുന്നിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ അപമാനിക്കപ്പെട്ടേന്ന് ആലോചിക്കുമ്പോഴത്തേ അതിൻ്റെ ആ ഒരു വേദനയുടെ മടങ്ങ് ഇരട്ടിയാവും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇനിയെങ്കിലും ഒരു വേദിയിലും ഒരു സ്ഥലങ്ങളിലും കണ്ടില്ല അദ്ദേഹം ഇതിന് മറുപടി പറഞ്ഞതായിട്ടോ പ്രിൻസിപ്പൽ മാപ്പ് പറഞ്ഞതായിട്ടോ അങ്ങനെയൊന്നും കണ്ടില്ല. മാപ്പ് നമ്മുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് വിളിച്ചെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വില ചിലപ്പം ഒന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു പ്രിൻസിപ്പൽ, ഒരു അധ്യാപകൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഇതല്ല.